നമസ്കാരം. ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മിഥുന രാശിക്കാരായ മകീരത്തിന്റെ 3, 4 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ, തിരുവാതിര നക്ഷത്രം, പുണർദത്തിന്റെ 1, 2, 3 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങളെയും വക്രമൗഢ്യസ്ഥിതികളെയും അപഗ്രഥിച്ചതിൽ നിന്നും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഞങ്ങൾ പറയുന്നത്. അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട്, വാഹനം, സ്വത്ത് എന്നിവ സ്വന്തമാക്കുന്നതിനും ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകുന്ന കൃത്യമായ അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു. ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ്. മിഥുന രാശിക്കാർക്ക് വ്യാഴം ജന്മഭാവത്തിലൂടെയും ധനസ്ഥാനമായ 2ാം ഭാവത്തിലൂടെയും സഹോദര സ്ഥാനമായ 3ലും വരുന്ന വർഷത്തിൽ സഞ്ചരിക്കുന്നു. വ്യാഴം ധനസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ്. ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകും. വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും. അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് സൂര്യനും ബുധനും ശുക്രനും അനുകൂലമാകുന്ന ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും. ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് പ്രസ്തുത സമയം അനുകൂലമാണ്. ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും. ബമ്പർ ലോട്ടറി വരെ അടിക്കുന്നതിനുള്ള സാധ്യത ഈ സമയത്ത് ഇവർക്കുണ്ട്. ഊഹക്കച്ചവടം, സ്ഥലക്കച്ചവടം തുടങ്ങിയവ പോലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിൽ ഏറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും. മാത്രമല്ല ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരും. 2026 ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ പറഞ്ഞത്. ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും. മിഥുനക്കൂറുകാരായ മകീര്യം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി മാർച്ച് 5 മുതൽ മെയ് 15 വരെയും ശേഷം ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെയും തുടർന്ന് നവംബർ 16 മുതൽ ഡിസംബർ 16 വരെയുള്ള കാലഘട്ടം അനുകൂലമാണ്. അതിൽ തന്നെ 2026 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ്. ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും. PSC എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും. പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ ബിസിനസ്സിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും. മാത്രമല്ല ജാതക യോഗം കൂടി ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും അനുകൂലമായ സമയമാണിത്. മിഥുനക്കൂറുകാരായ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഏപ്രിൽ 11 മുതൽ മെയ് 15 വരെയും ശേഷം ജൂൺ 22 മുതൽ ജൂലൈ 7 വരെയും തുടർന്ന് ഡിസംബർ 2 മുതൽ 22 വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ്. അതിൽ തന്നെ ജൂൺ 22 മുതൽ ജൂലൈ 7 വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ്. ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ
ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും. ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും PSC എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിൽ എഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുമുണ്ട്. വീഡിയോ തുടരുന്നതിന് മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF, അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കേണ്ട ധനദേവത, ധനലഗ്നം, ഉപാസനാമൂർത്തി, ജാതകയോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ PDF ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ജനനത്തീയതി, ജനനസ്ഥലം, ജനനസമയം, AM PM അടക്കം വാട്സപ്പ് ചെയ്യുക. പുതുതായി വിവാഹം ആലോചിക്കുന്നവർ സ്ത്രീയുടെയും പുരുഷന്റെയും ജനന വിവരങ്ങൾ തന്നാൽ കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്തു നൽകുന്നതാണ്. ഇവർക്ക് വിവാഹ സംബന്ധിയായി മാർച്ച് 26 മുതൽ ഏപ്രിൽ 19 വരെയും ശേഷം മെയ് 14 മുതൽ ജൂലൈ 14 വരെയും തുടർന്ന് സെപ്റ്റംബർ 2 മുതൽ നവംബർ 6 വരെയും ശേഷം നവംബർ 22 മുതൽ ഡിസംബർ 31 വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ്. പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകും. വാഹനം വാങ്ങുന്നതിനും പ്രണയം തുറന്നു പറയുന്നതിനും അതല്ലെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ച് പോകുന്നതിനുമെല്ലാം അനുകൂലമായ സമയമാണിത്. എന്നാൽ മിഥുന രാശിക്കാർക്ക് മാർച്ച് 2 മുതൽ 26 വരെയും ശേഷം ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെയുമുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ല. ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ. പൂർണ്ണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത്. പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക. ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും വളരെ സാധ്യതയുണ്ട്. സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം. പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം. അടുത്തതായി മിഥുനക്കൂറുകാരായ പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരുടെ ചൊവ്വയുടെയും ബുധന്റെയും സ്ഥിതി അപഗ്രഥിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി ഏപ്രിൽ 2 മുതൽ ജൂൺ 20 വരെയും ശേഷം നവംബർ 12 മുതൽ ഡിസംബർ 31 വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ്. ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതുമാണ്. പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തന്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ്. വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അഗ്നി, ലോഹങ്ങൾ മുതലായവ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ്. മിഥുനക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ജൂൺ 20 മുതൽ ഓഗസ്റ്റ് 2 വരെ ദോഷപ്രദമാണ്. ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട്. മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ്. ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക. മേൽപ്പറഞ്ഞ ദോഷങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ അവ മാറുന്നതിനായി വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ നൽകുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിക്കോ ശിവനോ മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ്.
ഇതോടൊപ്പം ദിവസവും ശനി സ്തോത്രം അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ആത്മബലം വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.